ഹായ്. തെറ്റിദ്ധാരണ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് വളരെ അത്യാവശ്യമായി നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിരീശ്വരവാദികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ക്യാരക്ടറിലുള്ള ഒന്നാമത്തെ കാര്യം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കളവ് പറയുക, കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ തത്വം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് മുസ്ലിങ്ങളോട് ശത്രുത ഉണ്ടാക്കി മറ്റു മതസ്ഥരെ ഏതെങ്കിലും ആളുകളോട് കൂട്ടുപിടിക്കുക, അല്ലെങ്കിൽ മറ്റു മതസ്ഥ ഏതെങ്കിലോട് കൂട്ടുപിടിച്ച് മുസ്ലിങ്ങളോട് ശത്രുത ഉണ്ടാക്കുക. അങ്ങനെ തലതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള നിറം മാറുന്ന രീതിയാണ് അവർ. എന്നിട്ട് ചാൻസ് നോക്കിയിട്ട് അവരെയും അറ്റാക്ക് ചെയ്യാനുള്ള. കാരണം അങ്ങനെ ധരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്, ഇത്തരം ആളുകൾ അതിനു വേണ്ടി വലിയ ബുദ്ധിജീവികളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ സയൻസ് അവരുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ട് നട്ട ഒരു മരമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു സാധനം അവർ കണ്ടുപിടിച്ചതോ ഈ നിരീശ്വരവാദികൾ മാത്രം കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് വളർന്ന മരം മാത്രമാണ് നമ്മളാണ് അതിൻ്റെ അവകാശികൾ എന്ന് സ്ഥാപിക്കുന്നതാണെങ്കിലും ഒക്കെ. അതല്ല, ഈ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ മതത്തിലുള്ള അനുയായികളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉൾപ്പെട്ടതാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നിരീശ്വരവാദി കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ സ്ത്രീധനം കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് വെച്ചതാണ് ഭാഷ അല്ല. അതേപോലെ തന്നെയാണ് ഒരു സയൻസിൻ്റെ അവസ്ഥയും. അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മതത്തിൻ്റെ പുറത്താണ് സയൻസ് അങ്ങേ പുറത്താണ്, മതം ഇപ്പുറത്താണ്. അപ്പം മതം വേറെ റൂട്ടിലേക്ക് പോകുന്നതാണ്, സയൻസ് വേറെ റൂട്ടിലേക്ക് മതത്തിനെ പൊളിച്ച് കണ്ടെത്തിയതാണെന്നൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കുക. ഈ പറഞ്ഞ ഇതേ കാര്യമാണ്. അപ്പോൾ അവർ ബുദ്ധിജീവികളാണ്, സയൻസിൻ അവരുണ്ടാക്കിയതാണ്, മറ്റുള്ളതൊക്കെ അങ്ങനെയുള്ള ഓരോ ഉടായ്പ കൊണ്ടാണ് അവർ മെയിൻ ഇറങ്ങുക. അങ്ങനെ മുമ്പിൽ വെക്കാൻ അവരാണ് ബുദ്ധിജീവികൾ, മറ്റുള്ള ആളുകളൊക്കെ പൊട്ടന്മാരാണ്, അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. അങ്ങനെ പൊളിച്ച് തെറിയൊക്കെ പറയലാണ് മെയിനായിട്ടുള്ള അവരുടെ ഹോബി. അപ്പോൾ അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ എന്നുള്ള ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചിട്ട് ഈ RSSകാർ BJPക്കാരൊക്കെ ഇന്ത്യയിൽ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് ഓടിപ്പോകുന്നുണ്ട്, അതേപോലെ ക്രിസ്ത്യൻസിൻ്റെ ഇതിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അവിടെ ഒരു വർഗീയത അവർ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു ഹിന്ദു എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്രയോ കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ കോടിൻ്റെ കൂടെ ഒരു ദൈവം ഈ ഒരു ദൈവത്തെ കൂടി ആവുമ്പോൾ അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഓക്കെ, എല്ലാ ദൈവത്തിൻ്റെയും കൂടെ ഒരു ദൈവം കൂടി ആഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ ഈ തെറ്റിദ്ധരിപ്പിക്കലാണ്. എല്ലാ കൾച്ചറും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹിന്ദുവിന് ഒരു ദൈവത്തെ കൂടി ആഡ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ക്രിസ്ത്യൻസിൻ്റെ കാര്യം ആയിക്കോട്ടെ, അതും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കലാണ് എല്ലാവരുടെയും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. നാട്ടിൽ ഇതൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകൾ പരസ്പരം വൈരാഗ്യം വെച്ച് ആളുകളെ മോശമായി ഉപദ്രവിക്കുന്ന കാലഘട്ടത്തിലാണ് വർഗീയത. കാരണം RSS BJPക്കാർ വോട്ട് മറിച്ച് അവർക്ക് ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ പൈസ ഇടപാടുകളിലൊക്കെ ഒരുപാട് തിരിമറി കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റാനുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ അത് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ നിരീശ്വരവാദികളും അതേപോലെ RSS BJP ഇതൊക്കെ തിരിമറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി മാറിയിട്ട് നമ്മളുടെ മുമ്പിൽ പല നിലക്കും നല്ലൊരു വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള കോലത്തിലൊക്കെ പല തരത്തിലൊക്കെ ഇതിങ്ങനെ മാറി മറിഞ്ഞു വരും. അപ്പോൾ ഈ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ ഇവർക്കൊന്നും ഒരു എയിം ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ഒരു അൾട്ടിമേറ്റ് എയിം. അപ്പോൾ അവർക്ക് ആളുകളെ വർഗീയത ഉണ്ടാക്കുക, അവരുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിൽ നഷ്ടം പറ്റുന്ന ആർക്കാണ്?
മതവിശ്വാസികൾക്ക് നഷ്ടം പറ്റുന്നുണ്ട്. ഈ വർഗീയത ഒക്കെ നടക്കുന്ന സമയത്ത് അതിനിരയാകുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും നഷ്ടങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഈ മുമ്പ് പറഞ്ഞതുപോലെ വലിയ ജാതി, ചെറിയ മേലെ ജാതി, തായ് ജാതി, അതേപോലെ നിറത്തിൻ്റെ പേരിലുള്ള വർഗീയത, പണത്തിൻ്റെ പേരിലുള്ള വർഗീയത, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ വർഗീയതകളിലുള്ള ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ സയൻസിനെ കൂട്ടുപിടിച്ചിട്ട് സയൻസ് അവരുടേതാണ്, മറ്റുള്ളതൊക്കെ ഇതാണ്. അപ്പോൾ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മെനക്കെട്ട ആളുകളൊക്കെ തീവ്രവാദികളിൽപ്പെട്ട ആൾക്കാരെന്നൊക്കെയാണ്. അതിനൊരു പങ്കുമില്ലാതെ ആളുകളെ അതിന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി സൗകര്യം ചെയ്ത ആളുകളാണ് ഇപ്പോൾ ഭരണതലത്തിൽ നിന്നിട്ട് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതൊറ്റൊരു അവർ മരുന്ന് ഉപയോഗിച്ചത് വർഗീയത ഉണ്ടാക്കുക. മുസ്ലിങ്ങൾ കുറേ ഹിന്ദുക്കളെ മതം മാറ്റിയിരുന്നു, ലവ് ജിഹാദ്, അങ്ങനെ മറ്റേത് ഇത്. അപ്പോൾ കേസൊക്കെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്നത് ഇവർ തന്നെയാണ്. എന്നിട്ട് മുസ്ലിങ്ങളുടെ പേരിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളികളൊക്കെയാണ് ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഭരണത്തിലുള്ളത് കൊണ്ട് കുറച്ച് അക്രമങ്ങളും പ്രശ്നങ്ങളൊക്കെ കുറവാണ്. കാരണം ഓൾറെഡി ഭരണത്തിലുണ്ടല്ലോ എന്നുള്ള നിലക്കാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഇതിൻ്റെ ഈ ഒരു 100 മടങ്ങ് ഇരട്ടി ഓരോ വർഗീയതകൾ ഓരോ സ്ഥലത്ത് ചെയ്തു വെച്ചിട്ട് ആളുകളെ വർഗീയതയിലേക്ക് ആക്കും. ഇപ്പോൾ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളും കേരളത്തിൻ്റെ എല്ലാം അവസ്ഥ എന്താണ്? കേരളത്തിനെല്ലാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു വലിയ പ്രയാസത്തിലാണല്ലോ നിൽക്കുന്നത്. കാരണം കേരളത്തിൽ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല. കേന്ദ്രത്തിൻ്റെ സഹായവും കാര്യങ്ങളും ഫണ്ടും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസത്തിൽ തന്നെ ഉള്ളതെന്നൊക്കെയാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മെയിനായിട്ട് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും തിരിച്ചറിയണം. ഈ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വർഗീയത ഉണ്ടാക്കുന്ന, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, കളവ് പറയുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദുക്കളിൽപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. നമ്മളെല്ലാവരും നല്ല സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഈ പ്രതിജ്ഞ എടുക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ പറയുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ. അതേപോലെ തന്നെ അതിലും അപ്പുറത്തേക്കാണ് എല്ലാവരും. ഇതുവരെ നമ്മൾ ജനിച്ചതും ജീവിച്ചതും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അതിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ആളുകളെ വർഗീയവൽക്കരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന പണിയാണ് ആരെടുക്കുന്നത്? ഈ നിരീശ്വരവാദികളും RSS BJP പോലത്തെ ആൾക്കാർക്ക്. അവരുടെ ഉദ്ദേശം അവരുടെ നേട്ടമാണ്. അവരിവിടെ നിലനിൽക്കണമെങ്കിൽ ഇത്തരം അനീതികൾ നിലനിന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ റിസൾട്ട്. അപ്പോൾ അവരെ തിരിച്ച് മനസ്സിലാക്കിയിട്ട് അവരോട് പറയേണ്ടത് പോലെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് നിർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെ, നമ്മൾ തമ്മിലുള്ള സ്നേഹവും ബന്ധവും അതേപോലെ എല്ലാ കാര്യങ്ങളും ആരും വിചാരിച്ചു കഴിഞ്ഞാലും അത് നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ആ നിലക്ക് തന്നെ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അത്രയും വലിയ ക്രൂരതകളാണ് ലോകത്ത്, നാട്ടിൽ, നമ്മളുടെ അടുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തിൽ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചുകൊണ്ട്, ഇപ്പോൾ എല്ലാ ഹിന്ദുക്കളും എത്രയും പെട്ടെന്ന് മുസ്ലിമാണെന്ന് യാതൊരു നിർബന്ധമില്ല, അതേപോലെ എല്ലാ മുസ്ലിം എത്രയും പെട്ടെന്ന് ഹിന്ദുക്കളാണെന്ന് യാതൊരു നിർബന്ധമില്ല. എല്ലാവർക്കും വരാം, എല്ലാവർക്കും പോകാം. വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഇനി ആ വാതിലങ്ങ് കഴിച്ചു വെച്ചേക്കും. ഓക്കെ, വരേണ്ട ആൾ വന്നോ പോകേണ്ട ആൾ പോയിക്കോ, എന്നാൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിങ്ങൾക്ക് ഇത്ര ആൾക്കാർ ഇസ്ലാം മതത്തിൽ തന്നെ നിന്നിട്ട് മരിക്കണമെന്നോ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇസ്ലാം മതത്തിൽ നിൽക്കാണ്ട് പുറത്തു പോയിട്ട് മരിക്കണമെന്നോ അങ്ങനെ ഒരു നിബന്ധനയോ ആളെ കൂട്ടേണ്ട പരിപാടിയോ ആളെ കുറക്കേണ്ട പരിപാടിയോ ഒന്നുമില്ല. ആർക്കെങ്കിലും ഇസ്ലാം മതം പഠിക്കണമെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് മാറാനുള്ള അവകാശമുണ്ട്. അതേപോലെ പഠിച്ച ആൾക്ക് തിരിച്ചു പോകാനുള്ള അവകാശമുണ്ട്. എല്ലാം തുറന്ന കാര്യങ്ങളാണ്. പിന്നെ ആരെങ്കിലും അങ്ങനെ ആക്കിക്കള്ള്, മതം മാറ്റിക്കള്ള്, മതത്തിലേക്ക് ചേർത്തള്ളിനൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ നിരീശ്വരവാദികളെയും RSS BJP ആളുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിമ വേല ഇനി വരാൻ പോകുന്ന കാലത്ത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് മുൻകാലത്ത് ഉണ്ടായിരുന്ന പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരെ തരംതിരിച്ചുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് അവരെ ഓരോ പ്രയാസത്തിൽ പെടുത്തിക്കൊണ്ട് അവരതുകൊണ്ട് കെട്ടിമറിയും.
അപ്പോൾ നല്ല നല്ല തമ്പ്രാക്കന്മാർ അവരുടെ ആവശ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടത്തപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള അനീതികളാണ് മുമ്പ് നടന്നുകൊണ്ടിരുന്നത്, ഇനി നടക്കാൻ പോകുന്നതും. അപ്പോൾ അതൊക്കെ മുസ്ലിങ്ങളുടെ വരവോടുകൂടിയാണ് കുറേ ഭാഗങ്ങൾ നിന്ന് പോയത് ഇന്ത്യയിൽ. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ അവരുടെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനും അപ്പം വഴിമാറി നടക്കണ്ടാത്ത കാര്യങ്ങളും മേൽജാതി കീഴ്ജാതി ഒന്നും ഇല്ലാതെ ഒരു പ്ലേറ്റിൽ, നമ്മൾ നാട്ടിലൊക്കെ ഒരു പ്ലേറ്റിൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചത് പറയലല്ലേ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള ഓൾറെഡി ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച അനുഭവങ്ങളുണ്ട്, ഹിന്ദു മുസ്ലിമും മറ്റു മതസ്ഥരും എല്ലാവരും ഇരുന്നിട്ടൊക്കെ. അപ്പോൾ സാധാരണ ഒരാളുടെ പ്ലേറ്റിൽ ഭക്ഷണത്തിൻ്റെ അരിമണികൾ ബാക്കിയായി കഴിഞ്ഞാൽ അയാൾ കഴിച്ച പ്ലേറ്റിൽ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ മറ്റുള്ള എല്ലാ ആളുകളും കൈകൊണ്ട് തൊട്ട് എടുത്ത വായിലിട്ട പ്ലേറ്റിൽ നിന്ന് കുറച്ച് കൈമലായി കഴിഞ്ഞാൽ അത് കുടയുമല്ലോ പ്ലേറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള അരിമണികൾ പോലും പെറുക്കി അത് ഏത് മതസ്ഥനാണോ ഏത് ആളാണെന്ന് നോക്കാതെ കഴിച്ച അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെയാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരേ റൂമിൽ താമസിച്ചത്, ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച അനുഭവം വരെ നമ്മളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് ഇന്നേ മതസ്ഥനാണ്, ഇത് ഇന്നേ ആളാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് വർഗീയത ഉണ്ടാക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ബുദ്ധിയുള്ള ആളുകൾ ജീവിച്ചിരിപ്പുള്ളം കാലം ഇത്തരത്തിലുള്ള വർഗീയതകളും വോട്ട് ബാങ്കുകളും നിരീശ്വരവാദികളുടെ അഴിഞ്ഞാട്ടം ഒന്നും നടക്കില്ല. അവരെടുത്ത പണിയൊക്കെ ഓട്ടയുള്ള ബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ തന്നെയാണ്. RSS BJP അവർക്ക് കുറച്ച് പൊട്ടന്മാരായിട്ടുള്ള ആളുകളാണ്, അവരുടെ വശത്താക്കിയിട്ട് വർഗീയത പറഞ്ഞ് പ്രചരിപ്പിക്കാം എന്നല്ലാതെ നല്ല ഹിന്ദുക്കളാണ് ഒരിക്കലും അവരെ RSS BJP ആക്കി മാറ്റാനൊന്നും പറ്റില്ല. അതിനുവേണ്ടി എന്ത് വർഗീയത കളിച്ചാലും, എന്ത് ചെയ്തു കഴിഞ്ഞാലും, ബീഫിൻ്റെ പേരിലടിച്ചു വന്നാലും, സ്ഥലം മാന്തിയിട്ട് വിഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഒരു ഹിന്ദു എല്ലാവരും മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഹിന്ദുക്കളിൽ പെടാത്ത RSS BJP അതേപോലെ നിരീശ്വരവാദികളൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഒരു കെട്ടിയിട്ട് ഒരേ കൂട്ടത്തിൽ കെട്ടിയിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ നമ്മൾക്ക് നല്ല ഭാവിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ RSS BJPനോട് ഒരു റിക്വസ്റ്റാണ്, അതേപോലെ നിരീശ്വരവാദികളോടൊരു റിക്വസ്റ്റാണ്, നമുക്കെല്ലാം നന്മയിലൂടെ ഒരുമിച്ചുകൂടെ. അതിനെന്താ തടസ്സം? ഈ വർഗീയത, അടി, പ്രശ്നം സോഷ്യൽ സർവീസ് ചെയ്യുന്ന പാർട്ടിയായിട്ട് മാത്രം മാറിക്കൂടെ, മതം മാറ്റി വെച്ചിട്ട്? അതല്ലേ സാമൂഹിക സേവനം, രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മതേതരത്തെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു അംഗീകാരത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നഷ്ടം എന്താണ്? മതത്തിൻ്റെ പേരിൽ ഈ അടി ഉണ്ടാക്കുന്ന സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടി ഉള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആളുകളുടെ കയ്യടി നേടിയിട്ട് വളരുന്ന വളർച്ചയിൽ എത്ര സന്തോഷവും ആളുകൾക്ക് എത്ര ഉപകാരം ഉണ്ടാവും. അതൊക്കെയല്ലേ നിരീശ്വരവാദികളുടെ ഭാഗത്തുനിന്നും കൂടിയും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ, നിങ്ങൾ വിശ്വസിക്കേണ്ട. പക്ഷെ വിശ്വസിക്കുന്ന ആളുകളെ പോയിട്ട് തുരപ്പൻ്റെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്നാലും ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.